നമസ്തേ. 3/2/2025 തിങ്കളാഴ്ചത്തെ തൊഴിൽ മേഖലകൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ട്, ഓരോ കൂറുകാർക്കും എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. തൊഴിൽ കാര്യങ്ങൾ മാത്രമാണ്. പൊതുവായ ഫലം ഞാൻ എല്ലാ ദിവസവും 3:15 യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും കാണുക. അതിലും നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അതേപോലെ ഇതും നിങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കുന്നതിനായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. നമുക്ക് 3/2/2025 തിങ്കളാഴ്ചത്തെ ഫലങ്ങൾ നോക്കാം. അതേപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ ഇതിനകത്തുള്ളതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ വിവരങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ്. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും അത് എന്നുള്ളത് കൊണ്ട് പൊതുവെ തൊഴിൽ മേഖല അനുകൂലമാണെന്ന് പറയണം. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദിവസം അനുകൂലമാണ്. അതുപോലെ വിദ്യാലയങ്ങൾ, കോളേജുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബാങ്കിങ് മേഖലകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പ് ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത് അനുകൂലമാണ്. അതേപോലെ ഗ്രൗണ്ടുകൾ, പാർക്കുകൾ, കളിസ്ഥലങ്ങൾ ഇതിൻ്റെയൊക്കെയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കാരണം തൊഴിലുകൾ വളരെ അധികം ഉള്ളത് കൊണ്ട് ഓരോ തൊഴിലും പ്രായോഗികമായി പറയാൻ പറ്റില്ല. എങ്കിലും പൊതുവെ വരുന്ന തൊഴിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റ് ഉപയോഗിക്കാം. അതേപോലെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട്, അഗ്നിയുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. മുള്ളുകൾ, വൃക്ഷങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ, ഓലയുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർ, അതേപോലെ തടിമില്ലുകളൊക്കെ നടത്തുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. ഇലക്ട്രോണിക്സ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ, ഭൂമി ക്രയവിക്രയം നടത്തി കാര്യങ്ങൾ പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. കൂടാതെ പൊതുവെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായവരൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് അനുകൂലമായ സമയമാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ദൈവാധീനമുള്ള സമയമാണ്. ട്രഷറി, അതേപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമാണ്. വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികൾക്ക് അനുകൂലമായ സമയമാണ്. അതേപോലെ കുടിൽ വ്യവസായങ്ങൾ, സ്വയം തൊഴിൽ വർക്കുകൾ നടത്തുന്നവർക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ ഒരു കുടുംബ യൂണിറ്റുകളായിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. വീടുകളിൽ അലങ്കാര വസ്തുക്കളുടെ വർക്കുകൾ നടത്തുന്നവർക്ക്, ചെടികളൊക്കെ വച്ചുപിടിപ്പിക്കുന്ന തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ചിത്രരചന ഇതൊക്കെ അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹന വ്യവസായം തുടങ്ങിയവർക്ക് അനുകൂലമാണ്. അതേപോലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഹോട്ടൽ മേഖല അതും അനുകൂലമാണ്. ശവദാഹം, അതേപോലെ ശവങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ വലിയ ഗുണകരമായൊരു ദിവസമാണ്. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. എന്നാൽ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. മൃഗങ്ങളുമായി നേരിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് പാമ്പുകൾ, എലികൾ മുതലായ ഉരക ഭാഗത്തിൽപ്പെടുന്ന ജീവികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതുമായിട്ട് അതിൻ്റെ സംരക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളവർ,
ആയിട്ട് ബന്ധപ്പെട്ട് കാഴ്ച ബംഗ്ലാവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, മൃഗങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്, പ്രത്യേകിച്ച് മേടക്കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ കാര്യം. ഇനി നമ്മൾ ഇടവക്കൂറിൻ്റെ ഫലമാണ് പറയുന്നത്. കാർത്തിക 3/4 ഭാഗം, അവസാന 3/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവക്കൂറുകാർക്ക് 3/2/2025 തിങ്കളാഴ്ച ഈ സർപ്പങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ പാമ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, എലികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൃഗ ഡോക്ടർമാരെ പോലുള്ളവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ദമ്പതികൾ ഒരുമിച്ചൊക്കെ ചെയ്യുന്ന കുടുംബ യൂണിറ്റുകൾക്ക് അനുകൂലമായ സമയമാണ്. സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ, ചെറുതായിട്ടൊക്കെ നടത്തുന്ന സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾക്ക് അനുകൂലമാണ്. ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സമയം ആണ്. അതേപോലെ വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. ഈ പെയിൻറ്റിങ് വർക്കുകൾ, അലങ്കാര വസ്തുക്കളുടെ വിപണനങ്ങൾ, അതുപോലെ സ്റ്റേഷനറി കടകൾ, മാല, വള, അതുപോലുള്ള ഐറ്റംസൊക്കെ വിൽപ്പന ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം ആണ്. ചിത്രരചനകൾ ഒക്കെ നടത്താം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലം. ആഭരണ വ്യവസായം, വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, ശിവക്ഷേത്രങ്ങളിലൊക്കെ പല പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്കൊന്നും അത്ര അനുകൂലമല്ല, ശ്രദ്ധിച്ചോളണം. അതുപോലെ ഒറ്റപ്പെട്ട പ്രദേശത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഇടവക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട്, ഡോക്ടർമാരെന്നല്ല, ഫാർമസിസ്റ്റുകൾ പോലെ മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട് ബാർ തൊഴിലാളികൾ, മദ്യമൊക്കെ വിൽപ്പന നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇടവക്കൂറുകാർക്ക്. എന്നാൽ വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ, വിദ്യാലയങ്ങൾ, കോളേജുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖല, ധനകാര്യ മേഖല മുതലായവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, അതേപോലെ കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ, അത് പറഞ്ഞല്ലോ, അനുകൂലമല്ല. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായി ബന്ധപ്പെട്ട് പൊതുവായി ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ദൈവാധീനം കുറവുള്ള ഒരു സമയം ആയിരിക്കും ഈ തൊഴിൽ മേഖലയിലവർക്ക്. ട്രഷറി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ തുടങ്ങിയ മാനസിക വിഭാഗവുമായി ബന്ധപ്പെട്ട്, മാനസികാരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഇടവക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവരും വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് മേഖലകളിലൊക്കെ പോകുന്ന, അത്ര അനുകൂലമല്ലാത്ത പ്രദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ടൈപ്പ് ശുചീകരണ തൊഴിലാളികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതിൽ ഹോട്ടൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ശവദാഹം പോലെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ, അതിൻ്റെ കർമ്മങ്ങൾക്കൊക്കെ പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കണം. പട്ടാളം, പോലീസ് മേഖലകളിലുള്ളവർക്കൊന്നും അനുകൂലമല്ല. അതുപോലെ വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫർണിച്ചർ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം ഈ ഇടവക്കൂറുകാർ. ഇലക്ട്രോണിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർ, അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് തയ്യാറാവണം. ഇനി മിഥുനം രാശി, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ 3/4 ഭാഗം, അതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് നല്ല സമയമാണ്. അവർക്ക് കുറച്ച് ഭംഗിയായി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ കഴിയും. എന്നാൽ വിദ്യാലയങ്ങൾക്കോ അതേപോലെ
വിദ്യാലയങ്ങൾ, കോളേജുകളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. റവന്യൂ വകുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട്, ബാങ്കിങ് മേഖലകളുമായി ബന്ധപ്പെട്ട്, ചില ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കളിസ്ഥലങ്ങൾ, പാർക്കുകൾ, ഗ്രൗണ്ടുകൾ, അതേപോലെ ഇങ്ങനെയുള്ള സമയത്ത് അതിൽ വീടിൻ്റെ വടക്ക് ഭാഗത്തോട് ചേർന്ന് ജോബ് ചെയ്യുന്നവർക്ക്, വീട്ടിൽ നിന്നും വടക്ക് ഭാഗത്തോട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സമയം കൂടെയാണ് ഇത് മിഥുനക്കൂറുകാർക്ക്. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർ കണക്കുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ ഒഴിഞ്ഞ പ്രദേശത്ത് ഒറ്റയ്ക്ക് നിന്നൊക്കെ ജോലി ചെയ്യുന്ന മിഥുനക്കൂറുകാർ ഒരു ശ്രദ്ധ കൊടുക്കണം, സ്വന്തം ആരോഗ്യകാര്യത്തിലും അപകടങ്ങൾ ഉണ്ടാകാതെയൊക്കെ. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ, പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഈ തടിമില്ലൊക്കെ നടത്തുന്നവർ, ഇലക്ട്രോണിക്സ് മേഖലകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ദേവകാര്യങ്ങളൊന്നും ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. അനുകൂലമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ക്ഷേത്രങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ട്രഷറി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഇങ്ങനെയൊക്കെയുള്ള മിഥുനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. അതേപോലെ ഈ മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമല്ല. ഈ തൊഴിൽ ശുചീകരണ തൊഴിലാളികൾ പോലെ, അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം പ്രത്യേകിച്ച് പ്രായം കൂടുന്നതനുസരിച്ചുള്ള മിഥുന രാശിക്കാർ, പ്രായമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മൃഗസംരക്ഷണ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മൃഗങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നവർ, അതല്ലെങ്കിൽ ഉരകജീവികൾ, പാമ്പ്, എലി, ഇങ്ങനെയൊക്കെയുള്ള ജീവികളുമായിട്ട് ഒക്കെ നേരിട്ട് ഇടപഴകുന്ന ആളുകൾ വളരെ കരുതൽ വേണം. അവരുടെ കടിയൊക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. സ്വയം തൊഴിലെന്ന് പറഞ്ഞാൽ ചെറുകിടമായ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ വീട്ടുജോലി നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥുനക്കൂറുകാർ. അതേപോലെ ചിത്രരചന തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർ അവരുടെ ശ്രദ്ധ കൂടുതൽ ആ തൊഴിൽ മേഖലകളിൽ കൊടുക്കണം. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം നക്ഷത്രമാണ് കർക്കിടകക്കൂർ എന്ന് പറയുന്നത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായ ഇടത്തൊക്കെ തൊഴിൽ ചെയ്യുന്നത് അനുകൂലമായ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ, അതിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ അനുകൂലമാണ്. പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമായ ഒരു സമയമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്വയം തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതുപോലെ സ്ത്രീകൾ മാത്രമൊക്കെ ആയിട്ട് നടത്തുന്ന ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. നൃത്തകല, കായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഗുണം ചെയ്യും. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, സ്ത്രീകളായിട്ടുള്ളവർക്കൊക്കെ വളരെ ഗുണകരമാണ്. ചിത്രരചന തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹനം തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ അഗ്നി സംബന്ധമായ തൊഴിലുകൾ ചെയ്യുക, ഇലക്ട്രോണിക്സ് മേഖലകളിൽ വർക്ക് ചെയ്യുക, ഭൂമി ക്രയവിക്രയം ചെയ്യുക, അതേപോലെ മില്ലുകളൊക്കെ നടത്തുക, അങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. ഫർണിച്ചർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിലുറപ്പിലൊക്കെ നടക്കുന്ന ആളുകൾ, തൊഴിലുറപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ട ആളുകൾ, ശുചീകരണവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ഹോട്ടൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. പാമ്പുകളെയൊക്കെ സംരക്ഷിക്കുന്നവർ, അങ്ങനെയുള്ള ജീവികളെ, പാമ്പുകൾ പോലുള്ള ഇഴജന്തുക്കളെയൊക്കെ സംരക്ഷിക്കുകയും അതുമായിട്ട് നേരിട്ട് ഇടപഴകേണ്ടി വരുന്നവരുമായ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ
വിദ്യാലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, കോളേജുകളിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഈ കളിസ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളമൊക്കെ എപ്പോഴും നനയ്ക്കുന്ന ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ വെള്ളം കിടക്കുന്ന, ജലാംശം കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം ആണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ്. അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, പട്ടാളം, പോലീസ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ അഡ്വക്കേറ്റുമാർ, ജഡ്ജിമാർ തുടങ്ങിയ നിയമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഈ ഇലക്ട്രിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ വിദ്യാലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ദേവീ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രവുമായൊക്കെ ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, പാർക്കുകൾ മുതലായവയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് നല്ലതാണ്. സ്ത്രീകൾ മാത്രമായിട്ട് കൂടി ചേർന്ന് ചെയ്യുന്ന സ്ത്രീകളുടെ തൊഴിൽ യൂണിറ്റുകൾക്കൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. കുടുംബ യൂണിറ്റുകൾ, അതുപോലെ സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. ഈ അലങ്കാര വസ്തുക്കളുടെ വിപണനം, പെയിൻറ്റിങ് ജോലികൾ, അങ്ങനെ ഉള്ള അലങ്കാര വസ്തുക്കൾ, ഈ മാല, വളയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ അനുകൂലമായ ഒരു ഇതാണ്. അതേപോലെ ആഭരണ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർ, ആഭരണ വ്യവസായം, അതിൽ വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയം ആണ്. എന്നാൽ ചിങ്ങക്കൂറുകാർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഈ വിജന പ്രദേശത്തൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു വീട് പണിയിലേക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് വീട് വൃത്തിയാക്കാനൊക്കെ നിൽക്കുമ്പോൾ ഒരാളായാലും മതിയല്ലോ എന്ന് വിചാരിച്ച് വേറെ ആളുകളാരും ഇല്ലാതെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന ആളുകൾ ചിങ്ങക്കൂറുകാർ വളരെയധികം വിജനമായി നിൽക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഒരു മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ് ഈ കൂറുകാർ. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, തൊഴിലുറപ്പ് പോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് കൂടുതൽ ശുചീകരണമൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കണം, നന്നായിരിക്കണം. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ എന്നർത്ഥം. അങ്ങനെയുള്ളവർ ചെയ്യുക, ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി കന്നിക്കൂറ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായവയുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും അനുകൂലമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊഴികെ പൊതുവായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, ആരോഗ്യമേഖല, പൊതുവെ ആരോഗ്യമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ ഉറപ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയ ആളുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ഈ കന്നിക്കൂറുകാർക്ക് പോകാൻ കഴിയും. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കില്ല. അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടവർ വളരെയധികം ശ്രദ്ധിക്കണം. പട്ടാളം, പോലീസ് മേഖലകളിലും നിയമ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. വൃക്ഷങ്ങൾ കൊണ്ടുള്ള പണികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഈ ആഭരണ വ്യവസായമൊക്കെ നടത്തുന്ന കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാഹനവും ക്രമാതീതമായൊക്കെ സ്പീഡിൽ വാഹനം ഓടിക്കാതിരിക്കാൻ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ നൃത്തകലാ കായിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആ നൃത്തകലാ കായികമായ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതേപോലെ ചെറുകിട തൊഴിൽ യൂണിറ്റുകൾ ചെയ്യുന്നവർ, സ്വയം തൊഴിൽ വർക്ക് ചെയ്യുന്നവർ, സ്ത്രീകൾ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധ കൊടുക്കണം ഈ കന്നിക്കൂറുകാർ. കാരണം മൃഗങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്നവർ, പാമ്പ്, എലി, ഇങ്ങനെയൊക്കെയുള്ള ജീവികളുമായിട്ടൊക്കെ ഇടപെടുന്നവർ, അങ്ങനെ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. ഈ കുടിയിലൊക്കെ തൂമ്പപ്പണിയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ഈ പാമ്പൊക്കെ
വല്ലയിടത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെ ഈ കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കന്നിക്കൂറ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപകടം ഉണ്ടായിക്കൊള്ളണമെന്നല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് തുലാം രാശിക്കാരാണ്. തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഈ പാമ്പുകൾ പോലെയൊക്കെ ഉള്ള ഈ കാഴ്ച ബംഗ്ലാവ് അങ്ങനെയൊക്കെ ഉള്ളിടത്തുണ്ടല്ലോ, അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ നാളുകാർക്ക് അനുകൂലമാണ്. എന്നാൽ അഗ്നി സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പട്ടാളം, പോലീസ് മേഖലകളിൽ, നിയമ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ഫർണിച്ചർ മേഖലയിലുള്ളവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. അതേപോലെ ഇലക്ട്രോണിക്സ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കും. പൊതുവേ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമല്ല. ഈ തുലാക്കൂറുകാർക്ക് അനുകൂലമായ ദിവസമല്ല 3-ാം തീയതി എന്ന് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കില്ല. അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. നേരിട്ട് ഭൂമിയിൽ മണ്ണിൽ പണിയെടുക്കുന്നവർക്കൊക്കെ ഈ തുലാക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിത്. അതേപോലെ ഈ സ്വയം തൊഴിൽ വർക്കൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊരു ശ്രദ്ധ, ഒരു കരുതൽ ഒക്കെ വേണം. ചിലപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ നിന്ന് തന്നെ ഈ തുലാം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി പേപ്പർ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വയ്ക്കാനാണെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് ഈ മേഖലകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ്. സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ മുതലായ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രമുള്ളിടത്തും സ്ത്രീകൾ കൂടിയിരുന്ന് ചെയ്യുന്നതുമായ വർക്കുകൾക്കൊക്കെ ചെയ്യുന്നതിന് അനുകൂലമാണ്. ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്കും ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ പട്ടാളം, പോലീസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ തടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, തടിയുമായി ബന്ധപ്പെട്ട് അതുമായി അനുബന്ധമായി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ഫർണിച്ചർ മേഖലകൾ പോലുള്ളവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കളിപ്പാട്ട നിർമ്മാണങ്ങളോ അങ്ങനെയുള്ള കരകൗശല വസ്തുക്കളൊക്കെ മരങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിലുറപ്പുകാർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതേപോലെ ഈ മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, ഹോട്ടൽ മേഖലയിലെ ആളുകളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുകയും വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്യുന്നവർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ കോളേജുകളുമായും വിദ്യാലയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവിടുത്തെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമൊക്കെ കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട്, ബാങ്കിങ് മേഖലകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. സ്വയം തൊഴിൽ മേഖലകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമായിട്ട് നടത്തുന്ന സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ
കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതേപോലെ വീട്ടുജോലിക്ക് നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പെയിൻറ്റിങ് വർക്ക് ഒക്കെ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് യന്ത്രമൊക്കെ ഉപയോഗിച്ച് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ശുചീകരണ തൊഴിലാളികൾക്കൊക്കെ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും. അതേപോലെ മണ്ണിൽ നേരിട്ട് പണിയുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ഈ ചെറിയ ചെറിയ ആഭരണ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ വാഹനം ഓടിച്ച് വളരെ സ്പീഡിലൊക്കെ വാഹനം ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇവർ. ഇനി ഈ ധനുക്കൂറുകാർക്ക്, ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്ന ധനുക്കൂറുകാർക്ക് അനുകൂലമല്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം, ധനുക്കൂറുകാർ. അതേപോലെ തന്നെ അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ, തേക്കുകയൊക്കെ ചെയ്യുന്നവരില്ലേ, കറണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം. പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിച്ചോളണം. മുള്ളുകൾ, വൃക്ഷങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ മായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, മരം കയറുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ ക്രയവിക്രയം നടത്തുന്നവർ, ഇലക്ട്രോണിക്സ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റ് മുതലായവരൊക്കെ ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖലയിലുള്ള പ്രത്യേകം ധനുരാശിക്കാർ ശ്രദ്ധിക്കണം. കാരണം മൃഗസംരക്ഷണ മേഖലകൾ, അതിലെ പാമ്പുകൾ പോലുള്ളതൊക്കെ സംരക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെയധികം പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഈ ധനുക്കൂറുകാർക്ക് ഈ ദിവസമുണ്ട്. ഭൂമിയിൽ നേരിട്ട് കൃഷി ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. ഈ മൃഗ ഡോക്ടർമാർ, അതേപോലെ അങ്ങനെയുള്ള ആരിലൊക്കെ ശ്രദ്ധിക്കണം. മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെ ഉണ്ടെങ്കിലും തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ബാങ്ക് അല്ല ഉദ്ദേശിക്കുന്നത്, ഈ പൊതുവെ ഉള്ള പ്രൈവറ്റ് ബാങ്കുകൾക്ക്, ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാങ്കിങ് മേഖലകളുമായിട്ട് ബന്ധപ്പെടാതെ വരുന്ന ആ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ചെറിയതൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ്. സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ തുടങ്ങിയ ആരോഗ്യ മേഖല വർക്ക് ചെയ്യുന്നവർ, വിവിധങ്ങളായ കൺസൾട്ടിങ് നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് ചെയ്യുന്ന തൊഴിലുകൾ, ചെറിയ ചെറിയ യൂണിറ്റുകൾ, സ്ത്രീകൾ മാത്രം ചെയ്യുന്ന തൊഴിലുകൾ, അങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടി ചെയ്യുന്ന തൊഴിലുകൾക്കൊക്കെ അനുകൂലമായിരിക്കും. ആഭരണ വ്യവസായങ്ങൾ, വാഹന സംബന്ധമായ വ്യവസായങ്ങൾ അനുകൂലമായിരിക്കും. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ പോയി ജോലി ചെയ്യുന്നവർക്കൊന്നും, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ സമയം ആയിരിക്കും. എന്നാൽ ശിവക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്ന മകരക്കൂറുകാർക്ക് അനുകൂലമല്ല. പട്ടാളം, പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും അനുകൂലമല്ല. അതുപോലെ അധ്യാപകർക്ക് അനുകൂലമല്ല. കോളേജ് അധ്യാപകർ തുടങ്ങിയ അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഈ ശവദാഹം പോലുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമിയിൽ നേരിട്ട് ഇടപഴകുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആണ് മകരക്കൂറുകാർ. ഇനി നമ്മൾ പറയുന്നത് കുംഭക്കൂറുകാരുടെയാണ്. കുംഭക്കൂറുകാർക്ക് അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര ദർശനമൊക്കെ, ശിവക്ഷേത്രത്തിലൊക്കെ എപ്പോഴും ദർശനം എന്ന് പറഞ്ഞത് കൂടുതലും ഉപയോഗിക്കുന്ന വാക്കുകൾ അതായതുകൊണ്ട് ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ദേവീ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അഗ്നി ശമന സേനകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, നിയമവിഭാഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ, ഈ ഫർണിച്ചർ വർക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. അതേപോലെ സ്ത്രീകൾ മാത്രം കൂടിച്ചേർന്ന് ചെയ്യുന്ന ജോലികൾക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവരെ സംബന്ധിച്ച് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്.
ചെറിയ ചെറിയ സ്വയം തൊഴിലുകൾ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചന, ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കളുടെ വിപണനം ഒക്കെ നടത്തി മാല പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ ലേഡീസ് സ്റ്റോഴ്സുകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. എന്നാൽ അധ്യാപകരായവർക്ക് അത്ര അനുകൂലമല്ല. റവന്യൂ വകുപ്പ്, ബാങ്കിങ് മേഖലകളിലുള്ളവർക്ക് അത്ര അനുകൂലമല്ല. എന്നാലും അത് വലിയ ഒരു പ്രശ്നങ്ങൾ ആവുകയും ചെയ്യുകയില്ല. ശുചീകരണ തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായ ബന്ധപ്പെട്ട് അധ്യാപക വർക്കൊക്കെ ചെയ്യുന്നവർക്കൊന്നും, അല്ലെങ്കിൽ പള്ളികളുമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുള്ള അധ്യാപക വർക്ക് ചെയ്യുന്നവരില്ലേ, ഈ വേദകാര്യങ്ങൾ, മതകാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നവർക്കൊക്കെ അത്ര അനുകൂലമായ സമയമല്ല. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പാമ്പുകൾ അങ്ങനെയുള്ള ജീവികളൊക്കെ മായി ബന്ധപ്പെട്ട് ഇടപെടുന്നവർക്കൊന്നും ഒട്ടും അനുകൂലമായ സമയമല്ല. ശുചീകരണ തൊഴിലാളികൾക്ക് അനുകൂലമായ സമയമല്ല. ഹോട്ടൽ മേഖലകൾക്ക് അനുകൂലമായ സമയം അല്ല. മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയം അല്ല. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും ദൈവാധീനം കുറയുന്നത് ഒരു സമയമായതുകൊണ്ട് തൊഴിൽ മേഖലകളിലും ദൈവാധീനം കുറവായിരിക്കും അവർക്ക്. എങ്കിലും ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തിയവർക്ക് അനുകൂലമാണ്. പോലീസുകാർക്കൊക്കെ അനുകൂലമാണ്. പട്ടാളം തുടങ്ങിയ നിയമ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് മേന്മയുള്ള ദിവസമായിരിക്കും ഇത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ ഈ ഫർണിച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. അധ്യാപകർക്ക് അനുകൂലമായിരിക്കും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അനുകൂലമായിരിക്കും. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ, വീടിൻ്റെ പാർക്ക്, ഈ വീടുകൾക്കൊക്കെ ചെറിയ ഗാർഡനൊക്കെ ചെയ്തു കൊടുക്കുന്ന ടൈപ്പ് ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് അനുകൂലമായിരിക്കും. ചെറുകിട വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കും. ചിത്രരചനകളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, സ്ത്രീകൾ മാത്രം കൂടി ചേർന്ന് നടത്തുന്ന വ്യവസായങ്ങൾ, ചെറിയ ചെറിയ വ്യവസായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ദൈവാധീനം കുറവുള്ളതുകൊണ്ട് എല്ലാ മേഖലകളിലും അതിൻ്റെ ഒരു സ്വാധീനമുണ്ടാകും. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ മുതലായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല. ആശാ വർക്കർമാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവരൊക്കെ ഈ ആരോഗ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല. ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഈ 3-ാം തീയതി. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. മൃഗഡോക്ടർമാർ, അതേപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ഈ പാമ്പ് തുടങ്ങിയവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. പ്രത്യേകിച്ച് മീനക്കൂറുകാർക്ക് ദൈവാധീനം കൂടെ കുറയുന്നൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള ജീവികളുമായിട്ട് ഇടപഴകുക. ഇത് ഒരു പൊതുവായ ഫലമാണ്. ഇതിനകത്ത് പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും ചിലപ്പോൾ അനുകൂല സ്ഥാനത്താണെങ്കിൽ വല്ല നാമജപമൊക്കെ നടത്തിയാൽ മതി. വെറുതെ ആവശ്യമില്ലാതെ അതൊന്നും പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പരിഹാരങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുക തന്നെ വേണം. ഈ ചാരഫലമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇത് ചന്ദ്രാധിഷ്ഠിതമായി ബന്ധപ്പെട്ട് പറയുന്ന ഫലങ്ങളാണ്. ഇത് നന്നായി ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ വളരെ ഗുണം ചെയ്യും. വലിയ പൈസ മുടക്കുള്ള വഴിപാടുകളൊന്നും ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക, സ്വാത്വികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നിരന്തരമായി നിലനിൽക്കപ്പെടുന്ന ഫലങ്ങൾ നമുക്ക് കിട്ടും. മറ്റുള്ളതൊക്കെ വെറും താൽക്കാലികമായി ചിലപ്പോൾ ചില മേന്മകളൊക്കെ ഉണ്ടായേക്കാം എന്നൊഴികെ ആത്യന്തികമായി ദുരിതങ്ങളും പ്രയാസങ്ങളുമായിരിക്കും സ്വാത്വിക കർമ്മങ്ങളല്ലാതെ ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും ഉള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. നിങ്ങളുടെ കുലദേവതയെ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന ആചാര കർമ്മങ്ങളൊക്കെ വളരെ തെറ്റില്ലാതെ വളരെ ഭംഗിയായ രീതിയിൽ ചെയ്യുക. ഇനി അവർ പറഞ്ഞു തന്ന അതേ രീതിയിൽ ചെയ്യാൻ അറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മനസ്സർപ്പിച്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതേ അറിയാവൂ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക.
അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങളുടെ ദോഷങ്ങളുടെ ദുരിതങ്ങൾ വളരെയധികം കുറച്ച് തരാൻ ഭഗവാന് കഴിയും. കാരണം ഭഗവാൻ ആരോടും നേരിട്ട് വിരോധമൊന്നുമുള്ള ആളുകളല്ലല്ലോ. ഈ ദേവകോപം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പൂർവികമായി വരുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ദേവന്മാർക്കല്ലാണ്ട് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അങ്ങനെയൊന്നും ധരിക്കണ്ട കേട്ടോ. നമ്മുടെ കർമ്മഫലം കൊണ്ട് വരുന്ന കർമ്മഫലം അനുഭവിച്ച് തരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.